നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിശാലയിൽ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാമരിഷ്ടം വാദാത്മജം വാനയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഓം ശ്രീം കരിംകുഷി ശാസ്ത്രീ നമ. ബജരംഗി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് കുടുംബ ദേവത, അതായത് പ്രാചീനമായി നമ്മുടെ കുടുംബങ്ങളിൽ ആചരിച്ചു പോന്നിരുന്ന ഒരു സങ്കല്പമാണ് ചാത്തൻ, കാളി, നാഗങ്ങൾ. ഇവിടെ പൂർവികമായിട്ട് തന്നെ വെച്ച ആരാധനാ കാര്യങ്ങൾ പല കുടുംബങ്ങളിലും ഉണ്ടായിരുന്നു. ആ പല കാവുകളും ഇന്ന് ക്ഷേത്രവൽക്കരിക്കപ്പെട്ടതിൻ്റെ ആചരണത്തിൽ വന്ന വ്യതിയാനങ്ങൾ കൊണ്ടും പല കുടുംബങ്ങളും ഇന്ന് നാമാവിശേഷമായി നശിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുലാചാരം നമ്മളെപ്പോഴും ഉയർത്തിപ്പിടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം സുഖകരമാവുകയുള്ളൂ, നമ്മുടെ കർമ്മവും നല്ല രീതിയിലാവും, ആയുരാരോഗ്യ സൗഖ്യവും കുടുംബ സമാധാനവും ഉണ്ടാകുകയുള്ളൂ. ഇതെന്താണെന്ന് വെച്ചാൽ പൂർവിക ആചാരങ്ങളിൽ പലതും വേണ്ടെന്ന് വെച്ച് നമ്മൾ ആധുനികവൽക്കരിച്ചതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് വിഷമതകൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് വീണ്ടും പിൻതലമുറയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പോവുകയാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മളിൽ ഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ, തടസ്സങ്ങൾ ഒക്കെയാണ്. പ്രധാനമായിട്ടും ഓരോ കുടുംബത്തിലും പല വിധത്തിലെ രോഗാവസ്ഥകൾ, കല്യാണപ്രായമായ മക്കൾക്ക് കല്യാണം നടക്കാതിരിക്കുക, ഇനി കല്യാണം നടന്നാൽ സന്താനങ്ങളില്ലാതിരിക്കുക, മാരകമായ രോഗങ്ങൾ വരിക, എന്ത് ഉദ്ദേശിച്ചാലും അവസാന നിമിഷം അത് നമ്മൾക്ക് കയ്യിൽ നിന്ന് വഴുതി പോവുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊരു കർമ്മം ചെയ്താലും ആ കർമ്മത്തിലേക്ക് പ്രഥമമായിട്ട് അനുഗ്രഹം നേടേണ്ടത് കുലദേവത അല്ലെങ്കിൽ കുടുംബദേവത, അതായത് പൂർവികരായിട്ട് ആചരിച്ചു പോന്നിരുന്ന ഒരു സങ്കല്പം. ഇവിടെ നമ്മൾ ഈ കുടുംബദേവതയെ ആചരിക്കാൻ വലിയ പൂജാകർമ്മങ്ങളോ മന്ത്രാനുഷ്ഠാനങ്ങളോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പൂർവികർ അങ്ങനെയൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. അവർ നിവേദ്യം കൊടുത്തു. അതായത് പണ്ടത്തെ കാലത്ത് കള്ളും കോഴിയും പുട്ടും പപ്പടവും അടയും പായസവും ഉണ്ണിയപ്പവും ഇളനീരും തേനും എല്ലാം വെച്ച് അറിയാവുന്ന രീതിയിൽ മനമുരുകി പ്രാർത്ഥിച്ച് വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ദേവതക സങ്കല്പമാണ് കുടുംബദേവത. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഒരു കരിങ്കുട്ടി മന്ത്രത്തെക്കുറിച്ച് ഇവിടെ പരിചയപ്പെടുത്തും. അപ്പോൾ കരിങ്കുട്ടി മന്ത്രം ഇത് നമ്മൾ ഒരു മണ്ഡലകാലം ദിവസേന ഒരു 41 ഉരുവിട്ട് കഴിഞ്ഞാൽ അതിന് മന്ത്രസിദ്ധി വരികയും അത് നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങും മുമ്പേ ഭഗവാനെ മനസ്സിൽ നനച്ചുകൊണ്ട് ഇറങ്ങിയാൽ ആ കാര്യം വളരെ സുഖകരമായി പോകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം മന്ത്രം ഇതാണ്: വലം കയ്യിൽ മുടിയും കോലും, ഇടം കയ്യിൽ തീയും ചൂട്ടും, കനൽ പോലെ തിരുമിഴികളും, വെള്ളക്കാളമേലമർന്ന് വെള്ളാട്ടിൽ ഞാൻ നനച്ച കാര്യങ്ങൾ സാധ്യമാക്കാൻ വാ മകനെ മലവാരം പൊന്നു കരിങ്കുട്ടിച്ചാത്ത. ഇതാണ് മന്ത്രം. ഈ മന്ത്രം ദിവസേന ഉരുവിടുന്നത് വളരെ ഗുണകരമാണ്. നന്ദി, നമസ്കാരം.